ഹായ് ഹലോ. കഴിഞ്ഞ ദിവസം മൂന്നാർ പോയതിൻ്റെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോയാണ് ഇത്. അപ്പം നമ്മൾ പെട്ടെന്നുണ്ടായൊരു പ്ലാനിങ് ആയിരുന്നു കേട്ടോ മൂന്നാർ എന്ന് പറയുന്നത്. അപ്പോൾ മൂന്നാർ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല തണുപ്പുണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടായിരുന്നു. അപ്പോൾ നമ്മൾ എത്രത്തോളം തണുപ്പുണ്ട്, ഒരു ചായ കുടിച്ചിട്ട് വരാലോ എന്നൊക്കെ വിചാരിച്ചിറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളും പിന്നെ ഇക്കാൻ്റെ പെങ്ങളും അവരുടെ ഫ്രണ്ടും വൈഫും ആയിരുന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ ടൂ വീലറിൽ പോകുന്നതാണല്ലോ വേറൊരു വൈബ്. തണുപ്പ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ടൂ വീലറിൽ പോകണേ. കാറിൽ പോകുമ്പോൾ അവിടെ അടഞ്ഞിരിക്കുമ്പോൾ നമുക്ക് അത്ര ഒരു സുഖം കിട്ടിയെന്ന് വരില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരു 2 മണിക്ക് ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഇറങ്ങി വന്നപ്പോഴത്തേക്കും 2:30-2:45 ആയി. നേരെ എല്ലാവരും കൂടി ഒത്ത് നമ്മൾ നേരെ പോയിട്ടോ. അപ്പോഴൊന്നും അധികം തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ചെറുതായിട്ടൊരു ജാക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, വലിയ സെറ്റപ്പൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ നേര്യമംഗലമൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ തണുപ്പ് കൂടി വരുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അവിടെ നിന്നൊരു ചായ കുടിച്ചു. അതും കഴിഞ്ഞ് നമ്മൾ നേരെ അടിമാലി എത്തിയിട്ട് ഒരു 5 മണി സുബഹി സമയമായപ്പോഴത്തേക്കും അടിമാലി എത്തി. അടിമാലി പള്ളിയിൽ നിന്ന് നമ്മൾ നിസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും തൊട്ടിപ്പുറത്ത് അൽമദീന എന്ന് പറഞ്ഞിട്ട് നല്ലൊരു സൂപ്പർ കുഞ്ഞിക്കടയുണ്ട് കേട്ടോ. അവിടെ നല്ല പൊറോട്ടയും അതേപോലെ അപ്പവും ഇടിയപ്പവും പുട്ടും ബീഫ് കറിയും ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു 6-7 മണിയൊക്കെ തന്നെ ഞങ്ങളത് വയറ്റിലാക്കി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആരെങ്കിലുമൊക്കെ ആ റൂട്ട് പോകുന്നുണ്ടെങ്കിൽ ഒന്ന് കയറി ട്രൈ ചെയ്ത് നോക്കട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് ബീഫ് കറിക്കൊക്കെ. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ അവിടെ നിന്ന് മൂന്നാർ ജംഗ്ഷൻ എത്തിയപ്പോഴത്തേക്കും അടിപൊളി എന്ന് പറഞ്ഞാൽ തണുപ്പ് ആദ്യമായിട്ടാട്ടോ ഇത്രയും തണുപ്പ് എക്സ്പീരിയൻസ് ചെയ്യണത്. നമുക്ക് കൈയൊക്കെ അങ്ങോട്ട് വിറച്ച് ഒരു രക്ഷയില്ലാത്തൊരു പാകമായിരുന്നു കേട്ടോ. അവിടെ ഒരു ഷോപ്പിൽ കയറി നമ്മളെല്ലാവരും ഗ്ലൗ ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ആകെ ഒരു ചെറിയൊരു ജാക്കറ്റ് മാത്രമാണ് നമ്മൾ ഇട്ടത്. പക്ഷേ അവിടെ കയറി നമ്മൾ വണ്ടി നിർത്തുന്നതിന് മുമ്പ് തന്നെ ആ കടയിലെ ചേട്ടൻ കൊണ്ടുവന്ന് ഗ്ലൗ വന്ന് അത്രയ്ക്കും തണുപ്പായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത്രയും തണുപ്പിലൂടെ ഇരുന്ന് നിൽക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല. കാലിൻ്റെ ഷൂവിൻ്റെ ഇടയിലൂടെയൊക്കെ തണുപ്പ് അടിച്ച് കയറുകയാണ് കേട്ടോ. നമ്മൾ പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് ഒരു ചൂടൻ ചായ കുടിച്ചു. പക്ഷേ ചായയൊക്കെ കുടിക്കുമ്പോൾ ഒരു വികാരം കിട്ടുന്നില്ല, കാരണം അത്രയ്ക്കും തണുപ്പാണ്. ചൂടൊന്നും അറിയുന്നില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം മൂന്നാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ജംഗ്ഷനിൽ നടന്നു കഴിഞ്ഞിട്ട് നമ്മളിനി എങ്ങനെ റൂട്ട് പോകണം, ഏതൊക്കെ റൂട്ട് പോകണം എന്നൊക്കെ ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു പൂപ്പാറ റൂട്ട് പോകാം, ഗ്യാപ്പ് റോഡ് റൂട്ട് പോകാം. നല്ലൊരു രസമാണല്ലോ അത് കൂടെ പോകുമ്പോൾ. നല്ലൊരു സീനറിയും കാര്യങ്ങളൊക്കെയാണ്. അത് കൂടെ പോകാമെന്നൊക്കെ വിചാരിച്ചിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ പോയി കഴിഞ്ഞപ്പോൾ നല്ല തണുപ്പാണ്. പിന്നെ അതിനപ്പോൾ വെയിൽ ഉദിച്ചു തുടങ്ങി. ഒരു 9 മണി ടൈമൊക്കെ ആയപ്പോഴത്തേക്കും പയ്യെ ചൂടും വെയിലൊക്കെ വന്നു തുടങ്ങിയിട്ടാണ്. അതിനപ്പോൾ തണുപ്പിൻ്റെ ഒരു കാഠിന്യം കുറഞ്ഞു തുടങ്ങിയിട്ടാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മളൊരു പ്ലാൻ ചെയ്ത് പോകുന്നതും, അതായത് 2-3 ദിവസം 1 മാസം മുമ്പൊക്കെ പ്ലാൻ ചെയ്ത് പോകുന്നതും പെട്ടെന്നൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതും തമ്മിൽ നല്ലൊരു വ്യത്യാസമുണ്ട് കേട്ടോ. ചിലപ്പോൾ അടിപൊളിയാകും, ചിലപ്പോൾ ഊഞ്ചിപ്പോവും. പല സിറ്റുവേഷനാണല്ലോ. അപ്പോൾ നമ്മൾ നല്ലൊരു ട്രിപ്പും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു കേട്ടോ. സഡനാണെങ്കിലും നല്ലൊരു വൈബും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ കുറേ നേരം മൂന്നാറൊക്കെ ചുറ്റി നടന്ന് നമ്മൾ ഗ്യാപ്പ് റോഡിലേക്ക് കടന്നു. ഗ്യാപ്പ് റോഡ് കുറേ നേരം പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ നിന്നൊരു ചായയും അതേപോലെ ഓംലേറ്റും നൂഡിൽസും ബ്രെഡ് ഓംലേറ്റും എല്ലാം കഴിച്ച്, ഡബിൾ ഓംലേറ്റും എല്ലാം കഴിച്ച് വയറൊക്കെ അങ്ങോട്ട് സെറ്റാക്കി കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ യാത്ര തുടങ്ങിയിട്ടോ. രാവിലെ തന്നെ തിരിച്ച് പോകണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ നമ്മൾ പോയി പയ്യെ അവിടെയും ഇവിടെയൊക്കെ ഇരുന്ന് തണുപ്പൊക്കെ ആസ്വദിച്ച് വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ഒരു ഉച്ചയ്ക്കായി, വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും പള്ളി കയറണം എന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ 1 മണി സമയം, ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ അടിമാലി പള്ളിയിൽ തന്നെ വീണ്ടും എത്തിയിട്ടോ. ഗ്യാപ്പ് റോഡ് വഴി തന്നെ എത്തിക്കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മളൊരു 2 മണിയൊക്കെ ആയി. അതിന് ഓപ്പോസിറ്റ് ഫ്രണ്ടിൽ തന്നെ ഒരു ജന്ന എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടോ. ഭയങ്കര ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ബിരിയാണി ആയിരുന്നു ഓർഡർ ചെയ്തത്, ചിക്കൻ ബിരിയാണി. എനിക്ക് വലിയ സെറ്റായിട്ട് തോന്നിയില്ല കേട്ടോ. കാരണം ചോറ് വേറെയും അതേപോലെ ചിക്കനും അതിൻ്റെ റോസ്റ്റൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ബിരിയാണിയുടെ ഒരു ടേസ്റ്റ് ഇല്ലാതാണ്. പക്ഷേ പലരും പലതാട്ടോ മേടിച്ചത്. ഫ്രൈഡ് റൈസ് മേടിച്ചു. ഫ്രൈഡ് റൈസും കുഴപ്പമില്ല എന്ന് പറഞ്ഞു, ആവറേജ്. അതേപോലെ നെയ്ച്ചോറും ബീഫ് റോസ്റ്റും നല്ലതാണെന്ന് പറഞ്ഞിട്ടോ. പിന്നെ മീൽസ് മേടിച്ചു, അതും അത്ര പോരായിരുന്നു എന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ ഒരു ഷോപ്പായിരുന്നു. അതും കഴിഞ്ഞ് ഈസാക്ക് വല്ലതും മേടിക്കാമെന്ന് വിചാരിച്ച് 2 മിഠായിയും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് മേടിച്ചിട്ട് ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു ആ ഷോപ്പിൽ മേടിക്കാൻ പറ്റിയത്. ഇങ്ങനെയൊക്കെ കുറച്ച് ടോയ്സ് ആയിട്ടുള്ള മിഠായി ടൈപ്പിലുള്ള അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ചെയ്യാൻ വെള്ളച്ചാട്ടമൊക്കെ ഭയങ്കര കുറവായിരുന്നു കേട്ടോ. അത് തണുപ്പും വെയിലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടവും വെള്ളമൊക്കെ വളരെ കുറവായിരുന്നു. നമ്മൾ ചെയ്യാൻ വെള്ളച്ചാട്ടത്തിൽ തന്നെ വെള്ളമൊക്കെ നേരിയതായിട്ട് ഒഴുകുന്നുണ്ടായിരുന്നുള്ളൂ, അധികം ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ
നമ്മൾ വെള്ളമൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ തന്നെ മഴക്കാല സമയത്ത് പോണതാട്ടോ അപ്പോൾ നല്ല രസമാണ് വെള്ളത്തിൽ കളിക്കാനും കാര്യങ്ങളൊക്കെ, നല്ലപോലെ വെള്ളവും ഉറവയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ തണുപ്പ് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡിസംബർ സമയത്ത് പോകണം കേട്ടോ, അപ്പോൾ നല്ലപോലെ തണുപ്പ് ആസ്വദിക്കാം. അപ്പോൾ ആ ഒരു ക്ലൈമറ്റ് അനുസരിച്ച് കാര്യങ്ങളൊക്കെ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഒരു 5 മണി ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ വീട്ടിലേക്ക് എത്താനുള്ള പ്ലാൻ ഇട്ട് നമ്മൾ പെരുമ്പാവൂരൊക്കെ എത്തിയപ്പോഴത്തേക്കും നമ്മളൊരു ചായക്കടയിൽ നിന്ന് ചായയും കടിയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാണ്. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും സ്പ്ലിറ്റായി പോയി. കാരണം ഞങ്ങൾക്ക് വീട്ടിൽ വന്നിട്ട് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ കുറച്ചും കൂടി നേരത്തെ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. അവർ പള്ളിയിലൊക്കെ കയറി നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ വീട്ടിലെത്തി. നമ്മൾ ഇഷായൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യലൊക്കെ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി ഫ്രഷ് ആയി കഴിഞ്ഞ് അടുത്ത പ്ലാനൊക്കെ ഇട്ട് നമ്മൾ പോയിട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.